ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണം. സെൻറ്റർ സ്റ്റാൻഡ് സെൻറ്റർ സ്റ്റാൻഡിൽ നടക്കുന്ന വണ്ടി ഓഫായി പോകണം കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട കേസ് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കണം. നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിച്ചു നോക്കിയിട്ട് പറയുന്ന കംപ്ലൈൻറ്റ് കാണുന്നൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ചൂടാകുമ്പോൾ സൗണ്ട് വ്യത്യാസം, പ്ലഗ് മാറണം, പൈപ്പ് ഒരയണം കംപ്ലൈൻറ്റ്, ഒന്ന് രണ്ട് കുറച്ച് കേസുകളാണ് പറഞ്ഞത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, പ്രത്യേകിച്ച് നമുക്ക് എൻജിൻ ഹാങ്ങറുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ഒന്നും കിട്ടുന്നില്ല. നമുക്കിതിൻ്റെ എൻജിൻ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ എൻജിൻ ഇവിടെ വെറുതെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളൂ. ഈ ഇരിക്കുന്ന ഹാങ്ങർ യൂണിറ്റുമ്പോൾ വെറുതെ കണക്ട് ചെയ്തിട്ടിട്ടുള്ളൂ. അത് വണ്ടിയുടെ മെയിൻ സ്റ്റാൻഡുമ്പോൾ വയ്ക്കുമ്പോഴായാലും വണ്ടി ഓടുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോഴായാലും അതിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. അതാണ് അതിൻ്റെ ഫങ്ഷൻ കേട്ടോ. അത് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ അത് അഴിച്ചു മാറ്റിയിട്ടതുകൊണ്ട് ഇപ്പോഴുള്ള പ്രവർത്തനത്തിൽ നിന്ന് യാതൊരു വ്യത്യാസം വരാനും പോകുന്നില്ല. വെറുതെ പൈസ പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. കുറച്ചുകൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിങ് നമുക്ക് ഏകദേശം എത്രയും വന്ന് നിൽക്കണം. നിസ്സാരം ഒരു കുറച്ച് ത്രെഡും കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അങ്ങനെ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ഹബ്ബിന് തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. ഹബ്ബ് തേയ്മാനം വരുമ്പോൾ ഓൾറെഡി ഫുൾ ലൈനർ ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആവും കേട്ടോ. തൽക്കാലം നമുക്ക് ഈ ഒരു സർവീസും കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലൈനർ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മാറ്റിയിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ലൈനർ 100% നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. അയക്കുമ്പോൾ മാറ്റേണ്ട സിറ്റുവേഷൻ വരും. അതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. പിന്നെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് നല്ല വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്, മാറ്റുന്ന ടൈമാണ് കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ള് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യണം, ചെക്ക് ചെയ്യണം ഗ്രീസിങ്ങിന്, അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അതിൻ്റെ ഓരോ പാർട്സും, അതായത് CVT ക്ലച്ചാണ് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വേറെ അങ്ങനെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല. റോളറായാലും ബോസ് ഡ്രൈവ്, അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബെൻഡെക്സിൻ്റെ ഭാഗം, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ആക്കുക, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, അത്രയും നിലവിലുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിൽ ഓയിൽ സീൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടെ നമുക്കത് മാറ്റിയിടാം. കാരണം അത് അടുത്ത സർവീസ് വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബോഡി അഴിച്ച് ഈ രീതിയിലാണ് നമ്മൾ കഴുകി പോവാം. പ്രത്യേകിച്ച് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ കിട്ടിയിട്ടില്ല. അത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ സ്റ്റേജിൽ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കാതിരിക്കണതാണ് ബുദ്ധി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കേസിന് വേണ്ടിയിട്ട് നമ്മൾ കാർബറേറ്റർ തൊടാതിരിക്കണം നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒരു വർഷം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദിവസം വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ എന്ന കംപ്ലയിൻറ്റ് ചിലപ്പോൾ മാറിയില്ല എന്ന് വരും. ആ ഒരു കണ്ടീഷനിലേക്ക് വരും. ഇപ്പം നിലവിൽ കുഴപ്പമില്ലെങ്കിൽ പോലും അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സീറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, പോയാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ കാർബറേറ്റർ മാറ്റി വെക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു ഇത് നമുക്ക് ട്രീറ്റ് കൊടുക്കാതിരിക്കുക. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ കേബിൾ, ഈ വന്ന കേബിളിൻ്റെ ഭാഗമൊക്കെ ഇവിടെ ടച്ച് ആവണമെന്ന് വെച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ പൊസിഷൻ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻജിൻ ഹാങ് ചെയ്തിട്ടാണ് എൻജിനാണ്. അതുമുള്ള യൂണിറ്റ് മൊത്തത്തിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അതിൻ്റെ പൈപ്പ്, ബ്രീത്തർ പൈപ്പ് വരാം, ഈ പൈപ്പ് വരാം, വയറിങ്ങിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ടച്ചിക്ക് വരാറുണ്ട് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മളതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. ലിങ്ക് ബുഷൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പക്ഷേ ഈ ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്തിടാം. നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്ക് ലൈനർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. കമ്പനി ലൈനറൊക്കെ കിടക്കണം. അപ്പോൾ അതൊക്കെ ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ആയാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും നല്ല പുതിയ ടയർ കിടക്കണം കേട്ടോ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ ഇരിക്കണം ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തരാം. 12.92 വോൾട്ട് കാണിക്കുന്നുണ്ട് നോർമലിൽ. 9.7 വരെ വരുന്നുണ്ട് ലോഡ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ പറയണേ, ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്ലഗ് ഓൾറെഡി മാറ്റിയിടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ കൂടി മാറ്റുകയാണെങ്കിൽ ആ സെക്ഷൻ അങ്ങോട്ട് ക്ലിയർ ആയിക്കോളും. പ്ലഗ് മാറ്റിയിടാൻ പറഞ്ഞാണ്, ഓൾറെഡി കസ്റ്റമർ പറഞ്ഞാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിലൂടെ മാറ്റി വിടുന്നുണ്ട്. സെക്കൻഡ് ഫിൽറ്റർ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഉള്ളിയാണ് പറഞ്ഞാൽ, ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ലെവൽ കണ്ടില്ല. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഏകദേശം 500 മില്ലി ഓയിലുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ കപ്പാസിറ്റി 800 മില്ലി വരെ നമുക്ക് സാധാരണ ഫില്ല് ചെയ്യാറുണ്ട്. 800 മില്ലിയാണ് എൻ്റെ ഓയിൽ കപ്പാസിറ്റി. അപ്പോൾ ശരിക്കും 300 മില്ലി കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ കുറവുള്ളത് ടോപ്പ് അപ്പ് ചെയ്ത് തരാം. ആ ടോപ്പ് അപ്പ് ചെയ്ത് നമുക്ക് ആ കുറവുള്ളത് മാത്രം ഒഴിച്ചാൽ മതി.
പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ ആയിരിക്കാം ഈ 300 മില്ലി കുറഞ്ഞാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓയിലൊരു കാരണവശാലും അത്രയും നമുക്ക് ഡീപ്പായിട്ട് കുറയാൻ പാടില്ല. 800 മില്ലിയൊക്കെ ഒഴിക്കണ ഓയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു 100 മില്ലിയൊക്കെ കുറയാറുണ്ട്. അത് 3000 കിലോമീറ്റർ ഓടണ സമയത്ത് ഇതിപ്പോൾ ഏകദേശം പറഞ്ഞൊരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ 300 മില്ലിയൊക്കെ കുറയേണ്ടത് സ്വാഭാവികമായിട്ടും ആ ഒരു കംപ്ലയിൻസിൻ്റെ ലക്ഷണമാണ്. മൈനോട്ടായിട്ട് കയറി എൻജിൻ ഹെഡിനകത്ത് ഓയിൽ കയറി കത്തണത് ഉണ്ടാവാം. അതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നിർബന്ധമായിട്ടും എൻജിൻ ഓയിൽ ഇടയ്ക്ക് നമ്മൾ ലെവൽ ചെക്ക് ചെയ്യണം. ലെവൽ കുറഞ്ഞു പോകുന്നത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ടോപ്പപ്പ് ചെയ്ത് യൂസ് ചെയ്യണം. ഇനി അത് സമയം കിട്ടുന്ന സമയത്ത് അത് അഴിച്ചു നോക്കിയിട്ട് എന്തുകൊണ്ടാണ് അത് കുറഞ്ഞു പോകണമെന്നുള്ള ദിവസം മനസ്സിലാക്കി അത് ക്ലിയറായിട്ട് നമ്മളത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടി എൻജിൻ മെയിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം, വളരെ ഗൗരവത്തിലെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പൈസ കളയണ പരിപാടി. ഏകദേശം ഒരു നല്ല രീതിയിലൊരു പണി ഓയിൽ തീർന്ന് പിടിച്ചാൽ ഒരു 10-15,000 നമുക്ക് പോണ കേസാണ്. അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുക, കറക്റ്റായിട്ട് നോക്കി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ ഒരു സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ.